ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നാട്ടിൽ ഞങ്ങൾ അവധിക്ക് വന്നതാണ്. അപ്പം നാട്ടിൽ അവധിക്ക് വന്നപ്പോഴത്തേക്കിന് കുറച്ച് മാങ്ങ കിട്ടി. അപ്പം ഒരു ടൈം പാസിന് അതുകൊണ്ടൊരു അച്ചാറിടുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അമ്മ ഏതായാലും അച്ചാറിടാൻ പോവാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുത്താലോ. അമ്മ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഈ മാങ്ങ ഞങ്ങളുടെ മാവിൽ നിന്നുള്ളതല്ല കേട്ടോ, അടുത്ത വീട്ടിലെ മാവിൽ നിന്ന് കിട്ടിയതാണേ. ഈ ഒരു ടൈമിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഈ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണിൽ വരുന്നത്. എവിടെ നോക്കിയാലും മാങ്ങ നിറച്ചും മാങ്ങ, അതുപോലെ ചക്കയോ അതിലും കൂടുതൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു മാവുണ്ട്, വർഷങ്ങളായിട്ട് കഴിക്കാതെ നിന്നിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് ഞാൻ എണ്ണി നോക്കിയപ്പോൾ 5 മാങ്ങ. ചെറുതായിട്ട് അരിയുക, ഉപ്പ് ശകലം മഞ്ഞൾ പൊടിയും പുരട്ടി വയ്ക്കുക. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ച് വെച്ചത് എണ്ണയ്ക്കകത്ത് വഴറ്റുക. അതിനുശേഷം മുളക് പൊടിയിടുക, മാങ്ങായി വിട്ട് വഴറ്റി എടുക്കുക. ഇപ്പം ചെയ്യാൻ പോകുന്നു ഇപ്പം ചെത്താതെ ഇങ്ങനെ പൊളന്നിട്ട് രണ്ടായിട്ട് കീറിയിട്ട് മുറിച്ചിട്ട് ഉപ്പിനകത്ത് ഇടുക. ഉപ്പിനകത്തിടണോ? എല്ലാവരും കഴിപ്പോകും. കണ്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കണ്ടിട്ടാണൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിടാനാണോ? ഇങ്ങനെ കുറേ മുറിച്ച് കളയാറിടുക. അത് ഒത്തിരി ഇല്ല, മുഴുവൻ അച്ചാറിട്ടാൽ തീരത്തില്ല, നമുക്ക് കൂട്ടി തീരത്തില്ല. ജൈവിച്ചു അപ്പം ഇങ്ങനെ കുറച്ച് കണ്ടിട്ട് അപ്പം അലുക്ക് കയറും. തൊലി ഓടെ ഇരിക്കുന്നുണ്ട്, അലുക്ക് പോകും. അങ്ങനെ മുഴുത്തായിട്ടെല്ലാവരും കണ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൈം പാസിനാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അമ്മ ഉണ്ടാക്കുന്ന അച്ചാറും അതുപോലെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. നാട്ടിൽ വരുമ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്ന പരിപ്പ് കറി, അതുപോലെ കുറേ അമ്മയുടേതായ മാസ്റ്റർ പീസുകളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സാമ്പാർ, അതുപോലെ ബീഫ് വരട്ടിയത്, അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അമ്മ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എന്നോട് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രാവശ്യം പറയുന്നുണ്ട് കൊച്ച് ചെയ്യ് പഠിക്കാമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും വേണ്ട, എനിക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും ഇന്നുണ്ടാക്കുന്ന ടേസ്റ്റ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും അടുത്ത പ്രാവശ്യം, ചിലപ്പോൾ ഇതിനേക്കാളും പാടായിരിക്കും. അപ്പോൾ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും നീ ഈ റെസിപ്പി ഓർത്ത് വെച്ചു, അടുത്ത പ്രാവശ്യം നിനക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി തരണം, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പക്ഷേ ഞാൻ തല കുത്തി മറിഞ്ഞെങ്കിൽ പോലും എനിക്ക് ആ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു വലിയ ക്രെഡിറ്റാണ് കേട്ടോ എനിക്ക്. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചില സമയത്ത്. അത് കഴിഞ്ഞ് അതിന് ശേഷം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും എനിക്ക് അറിഞ്ഞുകൂടെന്നുള്ളതാണ്. ഏതായാലും അമ്മ ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ 2 ടൈപ്പുള്ള അച്ചാറാണെന്ന് ഞാൻ പറഞ്ഞില്ല, അതിലൊരു ടൈപ്പുള്ള അച്ചാർ ഉണ്ടാക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ അച്ചാറുണ്ടാക്കി അത് ടേസ്റ്റി ആയിട്ട് അതിന് ശേഷം അതേ സെയിം അച്ചാർ അമ്മ ഒന്നുകൂടെ ഞങ്ങൾക്ക് ഇട്ടുതന്ന്. ആ സെയിം അച്ചാർ ഇട്ടപ്പോഴത്തേക്കിന് അതേ ടേസ്റ്റ് തന്നെ. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ അമ്മ എന്നെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ നിൽക്കുകയാണല്ലോ, അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില പറിക്കാൻ പോകണേ. അപ്പം അമ്മയ്ക്ക് കറിവേപ്പിലയുടെ അമ്മ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇപ്പോൾ പറിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയൊക്കെ പറിച്ച് അപ്പം ഞാനിങ്ങനെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുക. ഇഞ്ചി അരിഞ്ഞ് വെക്കുക. കറിവേപ്പില ഉപ്പും മഞ്ഞളും കൂടെ തിരുമ്മി വെച്ചേക്കുന്നതാണേ. ഇത് കായം, മുളക് പൊടി, കടുക്, ഇത് വേറെ ടൈപ്പിലിടാൻ എൻ്റെ ഒരു മാങ്ങ. നല്ലതാണോ? വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ശകലം വഴന്ന് കഴിഞ്ഞ് തിരിച്ചു വിടുക. 10 മിനിറ്റ് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചി കൂടെ ചേർക്ക്. ഇഞ്ചി ഇടാറായോ? ഇല്ലല്ലേ, ഇതിട്ടില്ല. കറിവേപ്പില ഇടുകയെന്ന് പറഞ്ഞു. കടുക് ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പില ഇടുക.
ഒരു ബ്രൗൺ കളറാകുമ്പോൾ മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ട് വഴറ്റുക. അതിന് ശേഷം മാങ്ങ ഇടുക. അത്രയുള്ളല്ലേ? മുളക് പൊടി ഇടുക, കായപ്പൊടി ഇടുക. അല്ലേ? മഞ്ഞൾപ്പൊടി തിരുമിയതാ പറഞ്ഞില്ലേ, കുഴപ്പമില്ല. കായപ്പൊടി ഉലുവായോ? ഉലുവപ്പൊടി ഇതിന് നല്ല ടേസ്റ്റ് വേണം. കായവും നല്ലെണ്ണയും കൂടെ ചേരുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അതിൻ്റെ. അറിയാം, എരിവൊക്കെ എൻ്റെ കുക്കോ. ശകലം വിനാഗിരിയുടെ ഒഴിച്ചു ഇളക്കി. പച്ചക്കടുകും ഉലുവായും കൂടെ ഇതിനോ ഇങ്ങനെ കണ്ടിച്ചിട്ട്, അല്ല ഇതിട്ടില്ലേ പൊടിച്ചിട്ട്, അല്ലെങ്കിൽ ചെറിയ നല്ലെണ്ണ ശകലം ചൂടാക്കി പൊടിക്കാൻ പൊടിയില ചതച്ചിട്ട് ഇത് മഞ്ഞൾ പൊടിയെല്ലാം കൂടെ തിരുമ്പി വെളുത്തുള്ളി ചേർക്കുകയില്ല, ഇഞ്ചി ചേർക്കുകയില്ല. എന്നിട്ട് തിരുമ്പി വെച്ചിട്ട് പിന്നെ നല്ലെണ്ണ ഒഴിച്ച് കുപ്പിക്കകത്ത് നല്ലെണ്ണ ഒഴിച്ച് കോരി വെച്ചേക്കുക. ഈ എറണാകുളം സൈഡ്